ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരു നടിയുടെ പേര് മാത്രം പോസ്റ്ററിൽ ഉണ്ടെങ്കിൽ പോലും സിനിമ ഹിറ്റാകുമായിരുന്നു. സൗന്ദര്യം, അഭിനയം, നൃത്തം, ഗ്ലാമർ ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന ആ അപൂർവ നായിക ജയഭാരതി. 15 വർഷത്തിലേറെ മലയാള സിനിമയിലെ ഒന്നാം നമ്പർ നായികയായി തിളങ്ങിയ അവർ പ്രേംനസീർ മുതൽ ജയൻ വരെയും മധു മുതൽ MG സോമൻ വരെയും പിന്നീട് കമൽഹാസനും രജനികാന്തിനുമൊപ്പം വരെ അഭിനയിച്ച താരമാണ്. എന്നാൽ ഒരു ബാലതാരമായി തുടങ്ങിയ ആ യാത്ര എങ്ങനെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരപദവിയിലേക്ക് എത്തിയത്? രതിനിർവേദം പോലൊരു ചിത്രം എങ്ങനെയാണ് ജയഭാരതിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്? ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടും എന്തുകൊണ്ടാണ് അവർ പിന്നീട് സിനിമയിൽ നിന്ന് അകന്നത്? സ്വകാര്യ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും എന്തായിരുന്നു? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അതുല്യ നടിയായ ജയഭാരതിയുടെ ജീവിതമാണ്. 1954 ജൂൺ 28 തമിഴ്നാട്ടിലെ ഈറോഡിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് വീട്ടുകാർ നൽകിയ പേര് ലക്ഷ്മി ഭാരതി. പിന്നീട് അതേ കുട്ടിയാണ് മലയാളികൾക്ക് ജയഭാരതിയായി പ്രിയങ്കരിയായത്. അച്ഛൻ ശിവശങ്കരൻ പിള്ള, അമ്മ ശാരദ. ജനനം തമിഴ്നാട്ടിലായിരുന്നെങ്കിലും കുടുംബത്തിൻ്റെ വേരുകൾ കേരളത്തിലെ കൊല്ലം ജില്ലയിലായിരുന്നു. ജയഭാരതിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കൗതുകകരമായ ബന്ധവും പറയേണ്ടതുണ്ട്. മലയാള സിനിമയിലെ എക്കാലത്തെയും ജനപ്രിയ ആക്ഷൻ താരമായ ജയൻ അവരുടെ അടുത്ത ബന്ധുവാണ്. ജയഭാരതിയുടെ അമ്മ ശാരദയും ജയൻ്റെ അച്ഛൻ മാധവൻ പിള്ളയും സഹോദരങ്ങളായിരുന്നു. അതായത് ജയനും ജയഭാരതിയും ആദ്യ കസിനുകളാണ്. പിന്നീട് ഇരുവരും മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറിയതും ചരിത്രത്തിൻ്റെ മനോഹരമായ യാദൃച്ഛികതയാണ്. ജയഭാരതിയുടെ ജീവിതത്തിൽ കല കടന്നു വന്നത് വളരെ ചെറുപ്പത്തിലാണ്. 5-ാം വയസ്സിൽ തന്നെ അവർ ഭരതനാട്യം അഭ്യസിക്കാൻ തുടങ്ങി. കേരളത്തിലും തമിഴ്നാട്ടിലും പ്രശസ്തരായ ഗുരുക്കന്മാരുടെ കീഴിൽ വർഷങ്ങളോളം കഠിന പരിശീലനം നടത്തി. കലാമണ്ഡലം നടരാജൻ, വഴുവൂർ രാമയ്യപ്പിള്ളയുടെ ശിഷ്യനായ രാജാറാം, വഴുവൂർ സമ്പ്രദായത്തിലെ ഗുരു സാമ്രാജ്യ പിള്ള ഇവരിൽ നിന്നാണ് ജയഭാരതി ശാസ്ത്രീയ നൃത്തത്തിന്റെ ആഴങ്ങൾ പഠിച്ചത്. ആ കാലത്ത് അവരുടെ ജീവിതം മറ്റു കുട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. രാവിലെ സ്കൂൾ, വൈകുന്നേരം നൃത്ത പരിശീലനം, അവധി ദിവസങ്ങളിൽ സ്റ്റേജ് പരിപാടികൾ, അതോടൊപ്പം സിനിമാ സ്റ്റുഡിയോകളിലേക്കുള്ള യാത്രകൾ. അഭിനയവും നൃത്തവും ബാല്യകാലം മുതൽ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി. ഇന്നും കലാപാരമ്പര്യം തുടരാൻ അവർ സ്ഥാപിച്ച അശ്വതി ആർട്സ് അക്കാദമി വഴി പുതിയ തലമുറയ്ക്ക് നൃത്തം പകർന്നു നൽകുന്നുണ്ട്. 60കളുടെ അവസാന കാലം, മലയാള സിനിമയിൽ പുതിയ മുഖങ്ങളെ തേടിയിരുന്ന കാലം. അങ്ങനെയാണ് വെറും 12-13 വയസ്സുള്ള ജയഭാരതിക്ക് സിനിമയിൽ അവസരം ലഭിക്കുന്നത്. 1967 സംവിധായകൻ J. ശശികുമാർ ഒരുക്കിയ പെൺമക്കൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ആദ്യകാലത്ത് ചെറിയ വേഷങ്ങളായിരുന്നു. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായി അഭിനയിക്കുന്ന ഈ പെൺകുട്ടിയെ സംവിധായകർ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു. അതിനുശേഷം വളരെ വേഗത്തിൽ അവർക്ക് വലിയ അവസരങ്ങൾ ലഭിച്ചു. 1969 P. ഭാസ്കരൻ സംവിധാനം ചെയ്ത കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലൂടെ നായികയായി ശ്രദ്ധിക്കപ്പെട്ടു. ചില സിനിമാ രേഖകളിൽ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തെയാണ് ആദ്യ നായികാവേഷമായി രേഖപ്പെടുത്തുന്നത്. സിനിമാ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരുന്നു, മലയാള സിനിമയ്ക്ക് പുതിയൊരു നായികയെ ലഭിച്ചിരുന്നു. സൗന്ദര്യം മാത്രമല്ല, അഭിനയവും നൃത്തവും സ്ക്രീൻ പ്രസൻസും എല്ലാം ഒരുമിച്ചുള്ള ഒരു പുതിയ താരോദയം. അന്ന് ആർക്കും അറിയില്ലായിരുന്നു അടുത്ത 15 വർഷം മലയാള സിനിമയുടെ നായികാ സിംഹാസനം ഈ പെൺകുട്ടി സ്വന്തമാക്കുമെന്ന്. 1960കളുടെ അവസാനവും 70കളുടെ തുടക്കവും മലയാള സിനിമ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. പുതിയ സംവിധായകർ, പുതിയ കഥകൾ, പുതിയ നായികമാർ. അത്തരമൊരു കാലത്ത് അതിവേഗം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നടന്നു കയറിയ പേരാണ് ജയഭാരതി. നായികയായി അരങ്ങേറ്റം കുറിച്ച് അധികം വൈകും മുമ്പേ തന്നെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ആദ്യ തെരഞ്ഞെടുപ്പായി അവർ മാറി. അന്നത്തെ മലയാള സിനിമയിൽ പ്രേംനസീർ, മധു, സത്യൻ, ഷീല, ശാരദ തുടങ്ങിയ മഹാതാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന ഒരു കൗമാരക്കാരിക്ക് സ്ഥാനം ഉറപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ ജയഭാരതി അത് സാധ്യമാക്കി. കാരണം അവർക്ക് സൗന്ദര്യം മാത്രമല്ല, കഥാപാത്രത്തെ ജീവിപ്പിക്കുന്ന അഭിനയശേഷിയും ഉണ്ടായിരുന്നു. വളരെ സ്വാഭാവികമായ മുഖഭാവങ്ങൾ, സംഭാഷണം പറയുന്ന ശൈലി, നൃത്തത്തിൽ ലഭിച്ച ശരീരഭാഷയുടെ നിയന്ത്രണം ഇവയെല്ലാം ചേർന്നപ്പോൾ സംവിധായകർക്ക് വിവിധ തരം കഥാപാത്രങ്ങൾ അവർക്ക് ആത്മവിശ്വാസത്തോടെ നൽകാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ മലയാള സിനിമയിലെ തിരക്കേറിയ നായികയായി മാറി. 1970കളിൽ ജയഭാരതി അഭിനയിച്ച സിനിമകളുടെ എണ്ണം തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വർഷം 10-12 സിനിമകൾ റിലീസ് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് അസാധാരണമല്ലായിരുന്നു. മലയാളത്തോടൊപ്പം തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും അവർ അഭിനയിച്ചു. മൊത്തത്തിൽ 350-ലധികം സിനിമകൾ, അതിൽ 300-ലധികം മലയാള ചിത്രങ്ങൾ. ഒരു നടിയുടെ കരിയറിൽ അപൂർവമായി മാത്രം കാണുന്ന നേട്ടമാണിത്. ജയഭാരതിയുടെ കരിയറിന്റെ മറ്റൊരു വലിയ പ്രത്യേകത മലയാളത്തിലെ ഏതാണ്ട് എല്ലാ സൂപ്പർ താരങ്ങളുടെയും നായികയായി അവർ അഭിനയിച്ചു എന്നതാണ്. പ്രേം
നസീർ, മധു, വിൻസെന്റ്, MG സോമൻ, ജയൻ, സുകുമാരൻ, സോമൻ, ഇങ്ങനെ അന്നത്തെ പ്രമുഖ നായകന്മാരുടെ എല്ലാം നായികയായി അവർ വെള്ളിത്തിരയിലെത്തി. തമിഴിൽ കമൽഹാസനും രജനികാന്തിനുമൊപ്പം ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. ഓരോ നായകനുമൊപ്പം വ്യത്യസ്തമായ കെമിസ്ട്രി സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ജയഭാരതിയുടെ വലിയ ശക്തിയായിരുന്നു. ഇവരിൽ പ്രത്യേകമായി പറയേണ്ട ഒരു ജോഡിയുണ്ട്, MG സോമനും ജയഭാരതിയും. 1970കളിലും 80കളുടെ തുടക്കത്തിലും മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഓൺ സ്ക്രീൻ ജോഡികളിൽ ഒന്നായിരുന്നു ഇവർ. ഇരുവരും ഒന്നിച്ചെത്തിയ കുടുംബ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും മികച്ച വിജയം നേടി. പ്രേക്ഷകർക്ക് യഥാർത്ഥ ജീവിതത്തിലും ഇവർ ഒരുമിച്ചാണോ എന്ന തോന്നൽ വരെ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു അവരുടെ സ്ക്രീൻ കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ ഈ കൂട്ടുകെട്ടിനെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുത്തു. മറ്റൊരു പ്രത്യേകത, ജയഭാരതി ഒരു പ്രത്യേക ഇമേജിൽ മാത്രം ഒതുങ്ങിയ നടിയായിരുന്നില്ല. ഗ്രാമീണ പെൺകുട്ടിയായി അഭിനയിച്ചു, നഗരത്തിലെ ആധുനിക യുവതിയായി അഭിനയിച്ചു, കുടുംബിനിയായും അഭിനയിച്ചു, പ്രണയ നായികയായും അഭിനയിച്ചു. ആവശ്യമെങ്കിൽ ഗ്ലാമർ കഥാപാത്രങ്ങളും അതേ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിച്ചു. അന്നത്തെ മലയാള സിനിമയിൽ ഗ്ലാമർ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മടിയില്ലാത്ത നടിമാർ വളരെ കുറവായിരുന്നു. പക്ഷേ ജയഭാരതി ഒരിക്കലും ഗ്ലാമറിനെ വെറും പ്രദർശനമായി കണ്ടില്ല. കഥാപാത്രത്തിന് ആവശ്യമായിടത്ത് മാത്രമാണ് അത് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ വിമർശകരും പ്രേക്ഷകരും ഒരുപോലെ അവരെ അംഗീകരിച്ചു. ജയഭാരതിയെക്കുറിച്ച് സിനിമാ നിരൂപകർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അഭിനയവും താരമൂല്യവും ഒരുപോലെ നേടിയ അപൂർവ നായിക. കാരണം ചില നടിമാർ മികച്ച അഭിനേത്രികളായിരിക്കും, ചിലർ വലിയ താരങ്ങളായിരിക്കും. എന്നാൽ ഈ രണ്ട് ഗുണങ്ങളും ഒരുപോലെ ലഭിച്ചവർ വളരെ കുറവാണ്. ജയഭാരതി ആ അപൂർവ പട്ടികയിലെ പ്രധാന പേരുകളിൽ ഒന്നാണ്. 1970കളുടെ മധ്യത്തോടെ അവർ അഭിനയിക്കുന്ന സിനിമകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ അവരുടെ കരിയറിനെ മറ്റൊരു ഉയരത്തിലേക്ക് കൊണ്ടുപോയ ഒരു സിനിമ ഇനിയും വരാനുണ്ടായിരുന്നു. ഒരു ധീരമായ കഥ, വിവാദങ്ങൾക്ക് വഴിവെച്ച അവതരണം, റിലീസ് സമയത്ത് വലിയ ചർച്ചകൾ. പക്ഷേ ഇന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ചിത്രം 1978, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു വർഷം. ആ വർഷം റിലീസ് ചെയ്ത ഒരു ചിത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ചിലർ അതിനെ ധീരമായ സിനിമയെന്ന് വിശേഷിപ്പിക്കുന്നു, ചിലർ കാലത്തേക്കാൾ മുന്നേ നടന്ന സിനിമയെന്ന് പറയുന്നു, മറ്റു ചിലർ മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ച ക്ലാസിക്കുകളൊന്നായി വിലയിരുത്തുന്നു. ആ സിനിമ രതി നിർവേദം. സംവിധാനം ഭരതൻ, തിരക്കഥ പത്മരാജൻ, ജയഭാരതി അവതരിപ്പിച്ച കഥാപാത്രം രതി ചേച്ചി. മലയാള സിനിമയിൽ ഈ കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. രതി നിർവേദം ഒരു സാധാരണ പ്രണയകഥയായിരുന്നില്ല. ഒരു കൗമാരക്കാരൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന പ്രണയവും ആകർഷണവും അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും അതീവ സ്വാഭാവികമായി അവതരിപ്പിച്ച ചിത്രമായിരുന്നു അത്. അക്കാലത്ത് ഇത്തരമൊരു വിഷയം സിനിമയാക്കുന്നത് തന്നെ വലിയ ധൈര്യമായിരുന്നു. അതിനാൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയ കൗതുകവും വിവാദങ്ങളും ഉണ്ടായി. പക്ഷെ സിനിമ കണ്ടവർക്ക് മനസ്സിലായത് മറ്റൊന്നായിരുന്നു. ഇത് വെറും ഗ്ലാമറിനെ ആശ്രയിച്ച സിനിമയല്ല, മനുഷ്യന്റെ വികാരങ്ങളെ അതീവ സൂക്ഷ്മമായി അവതരിപ്പിച്ച ഒരു കലാസൃഷ്ടിയായിരുന്നു. ആ ചിത്രത്തിൽ ജയഭാരതി അവതരിപ്പിച്ച രതി ചേച്ചി എന്ന കഥാപാത്രം ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നു. പപ്പുവിൻ്റെ കൗമാരം. പ്രീ ഡിഗ്രി ബലം കാത്തിരിക്കുന്ന പപ്പു എന്ന കൗമാരക്കാരനിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. എഞ്ചിനീയറിംഗിന് ചേരാൻ തയ്യാറെടുക്കുന്ന പപ്പുവിൻ്റെ ജീവിതത്തിലേക്ക് കൗമാരത്തിൻ്റെ ഹോർമോൺ മാറ്റങ്ങളും തീവ്രമായ വികാരങ്ങളും കടന്നു വരുന്നു. പപ്പുവിൻ്റെ വീടിനടുത്തുള്ള സുന്ദരിയായ രതി ചേച്ചി എന്ന യുവതിയോട് പപ്പുവിന് ആരാധനയും ആകർഷണവും പിന്നീട് അനുരാഗവുമായി മാറുന്നു. പ്രായത്തിൽ തന്നേക്കാൾ മൂത്തവളായ രതിയോട് പപ്പു തീവ്രമായി പ്രണയത്തിലാകുന്നു. ആദ്യം പപ്പുവിൻ്റെ ഈ പെരുമാറ്റത്തെ രതി എതിർക്കുകയും അകറ്റി നിർത്താൻ നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് പപ്പുവിൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും വികാരങ്ങളും രതി തിരിച്ചറിയുന്നു. കൗമാരത്തിൻ്റെ അതിരുകൾ ലംഘിക്കുന്ന ആ ബന്ധം സമൂഹത്തിൻ്റെ കണ്ണിൽ തെറ്റാണെങ്കിലും അവരുടെ തീവ്രമായ മാനസികവും ശാരീരികവുമായ അടുപ്പത്തെ ചിത്രം വളരെ സെൻസിറ്റീവായും കാവ്യാത്മകമായും അവതരിപ്പിക്കുന്നു. കൗമാരത്തിലെ സ്വാഭാവികമായ ലൈംഗിക ആകർഷണവും മാനസിക സംഘർഷങ്ങളുമെല്ലാം യാതൊരു കൃത്രിമത്വവുമില്ലാതെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതുകൊണ്ട് ഈ ചിത്രം മലയാള സിനിമയിൽ ഒരു നാഴികക്കല്ലായി മാറി. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ, പുറമെ ശക്തിയായി തോന്നുമെങ്കിലും ഉള്ളിൽ ഒറ്റപ്പെടലും വേദനയും നിറഞ്ഞ ഒരു സ്ത്രീ. അവളുടെ ചിരിക്ക് പിന്നിലെ ദുഃഖം, അവളുടെ കണ്ണുകളിലെ നിസ്സംഗത, സംഭാഷണത്തെക്കാൾ കൂടുതൽ കഥ പറഞ്ഞ മുഖഭാവങ്ങൾ, ഇതെല്ലാം ജയഭാരതി അത്ഭുതകരമായ നിയന്ത്രണത്തോടെ അവതരിപ്പിച്ചു. ഇന്നും പല സിനിമാ വിദ്യാർത്ഥികളും ഈ കഥാപാത്രത്തെ അഭിനയ പഠനത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് ജയഭാരതിയുടെ പ്രകടനമായിരുന്നു. പല രംഗങ്ങളിലും അവർക്ക് വലിയ സംഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു നോട്ടം, ഒരു ചെറിയ പുഞ്ചിരി, ഒരു നിമിഷത്തെ നിശബ്ദത, ഇവ കൊണ്ട് തന്നെ കഥാപാത്രത്തിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും രതി ചേച്ചി എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ജയഭാരതിയുടെ മുഖം തന്നെയാണ്. എന്നാൽ രതി നിർവേദം മാത്രമല്ല ജയഭാരതിയുടെ കരിയറിനെ നിർവചിക്കുന്നത്. അതിനു മുമ്പും ശേഷവും നിരവധി മികച്ച കഥാപാത്രങ്ങൾ അവർ സമ്മാനിച്ചിട്ടുണ്ട്. 1973 പുറത്തിറങ്ങിയ മാധവിക്കുട്ടി അത്തരത്തിലുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് അവർക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ലഭിച്ചു. വികാരങ്ങളുടെ അതിസൂക്ഷ്മമായ തലങ്ങൾ പോലും അനായാസം അവതരിപ്പിക്കാൻ കഴിയുന്ന അഭിനേത്രിയാണെന്ന് ആ സിനിമ വീണ്ടും തെളിയിച്ചു.
ലഭിച്ചു. അതുപോലെ തന്നെ CID നസീർ എന്ന ചിത്രത്തിൽ പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ച ജയഭാരതി വാണിജ്യ സിനിമയിലും തനിക്ക് ഒരുപോലെ തിളങ്ങാനാകുമെന്ന് തെളിയിച്ചു. ആക്ഷനും സസ്പെൻസും ഗാനങ്ങളും നിറഞ്ഞ ആ ചിത്രം ഇന്നും മലയാള സിനിമയിലെ ക്ലാസിക് വിനോദ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലും ജയഭാരതി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഒരു ആനയുടെ ജീവിതവും മനുഷ്യരും അവർ തമ്മിലുള്ള വൈകാരിക ബന്ധവും അവതരിപ്പിച്ച ആ ചിത്രം ഇന്നും കുടുംബ പ്രേക്ഷകർ സ്നേഹത്തോടെ ഓർക്കുന്ന സിനിമയാണ്. അതുകൂടാതെ കാക്കത്തമ്പുരാട്ടി, നിഴലാട്ടം, ഇതാ ഇവിടെ വരെ, ലിസ, ബീന, ഇരുമ്പഴികൾ, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ഒട്ടേറെ ചിത്രങ്ങൾ. ജയഭാരതി ഒരിക്കലും ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ ഒതുങ്ങിയില്ല. ഓരോ സിനിമയിലും പുതിയൊരു സ്ത്രീയെ അവർ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഇന്നും സിനിമാ ചരിത്രകാരന്മാർ ജയഭാരതിയെ വെറും സൂപ്പർ സ്റ്റാർ നായിക എന്നല്ല, അസാധാരണ അഭിനയശേഷിയുള്ള താരനടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1970കളിൽ ജയഭാരതി അഭിനയത്തിന്റെ ഏറ്റവും മികച്ച ഘട്ടത്തിലായിരുന്നു. ആ കാലത്ത് അവർ അവതരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റി. അതിന്റെ ഫലമായി 1972 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അംഗീകാരം അവർ നേടി. തുടർന്ന് 1973 മാധവിക്കുട്ടി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം വീണ്ടും സ്വന്തമാക്കി. തുടർച്ചയായി 2 വർഷം സംസ്ഥാനത്തെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെടുക എന്നത് ചെറിയ നേട്ടമായിരുന്നില്ല. അത് ജയഭാരതിയുടെ അഭിനയശേഷിക്കുള്ള ഔദ്യോഗിക അംഗീകാരമായിരുന്നു. എന്നാൽ അവരുടെ അഭിനയ മികവ് കേരളത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയില്ല. 1991 തമിഴിൽ പുറത്തിറങ്ങിയ മറുപക്കം എന്ന ചിത്രം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. സംവിധാനം KS സേതുമാധവൻ. തമിഴ് സാഹിത്യകാരൻ ഇന്ദിര പാർത്ഥസാരഥിയുടെ കൃതിയെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം പിന്നീട് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. ആ ചിത്രത്തിൽ ജാനകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജയഭാരതിയുടെ പ്രകടനം ദേശീയ തലത്തിൽ വലിയ പ്രശംസ നേടി. അതിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ സ്പെഷ്യൽ ജൂറി അംഗീകാരവും അവർക്ക് ലഭിച്ചു. മലയാള സിനിമയിലെ താരനടി മാത്രമല്ല, ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട അഭിനേത്രി കൂടിയാണെന്ന് ഈ നേട്ടം തെളിയിച്ചു. പിന്നീട് ഫിലിംഫെയർ സൗത്ത് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ജീവിത സാഫല്യ പുരസ്കാരങ്ങളും സിനിമാ സംഘടനകളുടെ ആദരവുകളും ജയഭാരതിയെ തേടിയെത്തി. കാരണം അവരുടെ സംഭാവന ഒരു പതിറ്റാണ്ടിലോ 2 പതിറ്റാണ്ടിലോ ഒതുങ്ങുന്നതായിരുന്നില്ല. മലയാള സിനിമയുടെ ഒരു സുവർണ കാലത്തെ തന്നെ അവർ പ്രതിനിധീകരിച്ച നടിയായിരുന്നു. 1974 അവർ പ്രശസ്ത നിർമ്മാതാവായ ഹരിപ്പോത്തനെ വിവാഹം കഴിച്ചു. ഹരിപ്പോത്തൻ മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നിർമ്മാതാവും നടൻ പ്രതാപോത്തന്റെ സഹോദരനുമായിരുന്നു. എന്നാൽ ഈ വിവാഹ ജീവിതം അധികകാലം നീണ്ടില്ല. 2 വർഷത്തിനുള്ളിൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞു. അതിനുശേഷം 1979 ജയഭാരതി നടൻ സത്താറിനെ വിവാഹം ചെയ്തു. അന്ന് മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാഹങ്ങളിൽ ഒന്നായിരുന്നു അത്. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന 2 താരങ്ങൾ ജീവിതത്തിലും ഒന്നായപ്പോൾ ആരാധകരും സന്തോഷിച്ചു. ഈ ബന്ധത്തിൽ 1984 ഒരു മകൻ ജനിച്ചു. ക്രഷ് ജെ സത്താർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും കാലക്രമേണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. വേർപിരിഞ്ഞ ശേഷവും ജയഭാരതിയും സത്താറും പരസ്പരം കടുത്ത വിരോധം പുലർത്തിയിരുന്നില്ല. പല അഭിമുഖങ്ങളിലും അവർ പരസ്പരം ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. സത്താറിന്റെ അവസാന കാലത്തും ഇരുവരും സൗഹൃദ ബന്ധം നിലനിർത്തിയിരുന്നുവെന്ന് അവരും പിന്നീട് നൽകിയ അഭിമുഖങ്ങളും സൂചിപ്പിക്കുന്നു. ഒരു അഭിമുഖത്തിൽ ജയഭാരതി പറഞ്ഞ ഒരു കാര്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകണം, കഴിഞ്ഞതിൽ മാത്രം ജീവിക്കാൻ പാടില്ല. ഈ മനോഭാവം തന്നെയായിരിക്കാം ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അവർക്ക് കരുത്തായത്. ഇതിനിടെ സിനിമയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. 1980കളുടെ അവസാനത്തോടെ പുതിയ തലമുറയിലെ നായികമാർ രംഗത്തെത്തി. മലയാള സിനിമയുടെ കഥ പറച്ചിൽ രീതി മാറി. ജയഭാരതിയും പതിയെ സിനിമകളുടെ എണ്ണം കുറച്ചു. എന്നാൽ അവർ വെള്ളിത്തിരയിൽ നിന്ന് മാറിയെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിയില്ല. അവരുടെ സിനിമകൾ ഇന്നും ടെലിവിഷനിലും OTT പ്ലാറ്റ്ഫോമുകളിലും പുതിയ തലമുറ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇതിലും വലിയ ഒരു നേട്ടമുണ്ട്. ഇന്നും രതിച്ചേച്ചി എന്ന് പറഞ്ഞാൽ മലയാളികൾ ആദ്യം ഓർക്കുന്നത് ജയഭാരതിയെയാണ്. ഒരു കഥാപാത്രവും ഒരു നടിയും ഇങ്ങനെ ഒന്നായി മാറുന്നത് അപൂർവമാണ്. ജയഭാരതിയുടെ അഭിനയത്തെ പ്രത്യേകമാക്കിയത് എന്തായിരുന്നു? അത് മനസ്സിലാക്കാൻ അവരുടെ സിനിമകൾ വീണ്ടും കണ്ടാൽ മതി. അമിതമായ നാടകീയതയില്ല, അനാവശ്യമായ കൈചലനങ്ങളില്ല, കണ്ണുകളിലൂടെ സംസാരിക്കുന്ന അഭിനയം, ചെറിയ മുഖഭാവങ്ങളിലൂടെ വലിയ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ്. ഒരു രംഗത്തിൽ സംഭാഷണം കുറവാണെങ്കിലും കഥാപാത്രത്തിന്റെ മനസ്സിലുള്ള സംഘർഷം പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ കഴിയുന്ന അസാധാരണ നിയന്ത്രണം. അതാണ് ജയഭാരതിയുടെ ശക്തി. ഒരു നടിക്ക് എത്ര വ്യത്യസ്ത തലത്തിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനാകുമെന്ന് അവർ തെളിയിച്ചു. ഇന്ന് മലയാള സിനിമയിൽ നിരവധി മികച്ച നടിമാരുണ്ട്. ഓരോ തലമുറയ്ക്കും അവരുടെ സ്വന്തം താരങ്ങളുണ്ട്. പക്ഷെ ജയഭാരതി തിളങ്ങിയ കാലം വേറെയായിരുന്നു. ഒരു വർഷം 10ഉം 12ഉം സിനിമകൾ, എല്ലാ പ്രമുഖ നായകന്മാരുടെയും നായിക, വാണിജ്യവും വിജയവും നിരൂപക പ്രശംസയും ഒരുപോലെ. അത് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ സുവർണകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജയഭാരതിയുടെ പേര് ഒഴിവാക്കാനാവില്ല. ഇന്ന് അവർ അഭിനയ രംഗത്ത് സജീവമല്ലെങ്കിലും അവരുടെ സിനിമകൾ ഇന്നും ജീവിക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയായി സിനിമയിലേക്ക് കടന്നു വന്ന ലക്ഷ്മി ഭാരതി മലയാളികളുടെ പ്രിയപ്പെട്ട ജയഭാരതിയായി വളർന്നു. സൗന്ദര്യത്തിന്റെ പ്രതീക
പ്രതീകമായി മാറി, അഭിനയത്തിന്റെ പര്യായമായി മാറി. ഒടുവിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ മായാത്ത ഒപ്പുവെച്ച ഒരു ഇതിഹാസ നായികയായി മാറി. അതാണ് ജയഭാരതിയുടെ യഥാർത്ഥ കഥ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇതിഹാസ താരത്തോടൊപ്പമുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.